അങ്ങ് ദൂരെ ഒരു ആനയെപ്പോലെ എന്തോന്ന് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് ആനയല്ല, ആനയെപ്പോലുള്ളൊരു പാറയാണ്. നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ കേട്ടോ. നമ്മുടെ അരിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പാർക്കിംഗ് ഏരിയയും അതുപോലെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നേരെ താഴേക്ക് ഓഫ് റോഡിനാണ് പിന്നെ പോകാനുള്ളത്. ഇവിടെ വരെ വണ്ടി അലോട്ടുള്ളൂ. ഇവിടേക്കുള്ള എൻട്രി ഫീസ് വെറും 10 രൂപയുള്ളൂ കേട്ടോ. ഈ റോഡിലൂടെ ഏകദേശം ഒരു 100 മീറ്ററോളം താഴേക്ക് ഇറങ്ങിയിട്ട് വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയൊരു സ്റ്റെപ്പ് കാണാൻ കഴിയും. ഇതിൽ നേരെ മുകളിലേക്ക് കയറിയപ്പോൾ അവിടെ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കടക്കാരനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് റിസോർട്ടാണ്, ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞു. ഇവിടേക്ക് വരുന്നവർ ഈ കാണുന്ന ബോർഡുകളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വെള്ളത്തിലേക്ക് ഇറങ്ങാൻ. താഴേക്കെത്തിയപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്, ഇവിടുത്തെ ഗാർഡാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് സണ്ണി. സണ്ണി. ഇവിടെ എത്ര വർഷമായി? ഞാനിവിടെ 11ാമത്തെ വർഷമാണ്. 11ാമത്തെ വർഷം അല്ലേ? ഇവിടെ ഇതിൽ പിന്നെ ഒരുപാട് ആളുകൾ മരിച്ചൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? കുറേ പേര് അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പുറമേ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് സാധാരണ ഈ പുഴയുടെ കണ്ടീഷൻ അറിയാം. അതുകൊണ്ട് അങ്ങനെ മഴക്കാലത്തും ഈ വഴുക്കുള്ള സമയത്തൊന്നും അങ്ങനെ പുഴയിലേക്ക് ഇറങ്ങാറില്ല. പുറമേ നിന്ന് വരുന്നവർ ഇതൊന്നും നമ്മൾ പറഞ്ഞാൽ തന്നെ ഉൾക്കൊള്ളാണ്ട് സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങും. അപ്പോൾ കാല് വഴുതി പോയി കഴിഞ്ഞാൽ തലയടിച്ച് വീഴും, പാറയാണല്ലോ. അത് ശരി. അങ്ങനെയാണ് വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആളെയും മുങ്ങിപ്പോവും. അങ്ങനെ അപകടത്തിൽപ്പെടുന്നു. ഇപ്പോൾ ഈ കോവിഡ് ആയാലും അടച്ചിട്ടിരുന്നത്? കോവിഡ് കാരണം കുറേ കാലം അടച്ചിട്ടായിരുന്നു. ഈ കഴിഞ്ഞ എൻ്റെ മുന്നത്തെ ഞായറാഴ്ച 1-ാം തീയതി തൊട്ടാണ് തുറന്നത് ഓപ്പണായിട്ട്. അത് ശരി. അപ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നിയന്ത്രണങ്ങളോടെ 1 മണിക്കൂർ നേരത്തിന് ഒരു ടീമിന് അലൗഡ് ഉള്ളൂ. അത് ശരി. 20 പേരാണ് പ്രവേശിപ്പിക്കാം 1 മണിക്കൂർ. ശരി. പിന്നെ അവരെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരേ ടൈമിലല്ലേ? ഓക്കെ. അത് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ. ഇവിടെ അക്കരയ്ക്ക് പോകാൻ പുതിയൊരു തൂക്കുപാലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അടുത്ത കാലത്ത് പണി കഴിപ്പിച്ചതാണെന്നാണ് പറയുന്നത്. അപ്പുറത്തെ സൈഡിൽ ഒരു പവർ ഹൗസൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ പണി പുരോഗമിക്കുകയാണ്. തൂക്കുപാലൊക്കെ ഇവിടെ അടുത്ത കാലത്ത് വന്നതാണ് കേട്ടോ. ഇനി എന്തൊക്കെയോ ഇവിടെ പണികൾ പുരോഗമിക്കുന്നുണ്ട്. ഈ പാലത്തിൽ നിന്നും മുകളിലേക്കും അതുപോലെ താഴത്തേക്കും നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. താഴെ ഒരാൾ നീന്തി കുളിക്കുന്നത് കാണാം. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിക്കടുത്ത ഒരു സ്ഥലമാണ് ഈ അരിപ്പാറ വെള്ളച്ചാട്ടം.
പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ വെള്ളച്ചാട്ടത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. പാലത്തിൻ്റെ താഴെ ഭാഗത്തുണ്ട്, മുകൾ ഭാഗത്തുണ്ട്. ആഴം കുറഞ്ഞ സ്ഥലമാണ്, നല്ല തെളിഞ്ഞ നീരാണ്. നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് കുളിച്ച് കയറാവുന്നതാണ്. അപ്പം നമ്മൾ പാലത്തിൻ്റെ അക്കരെ എത്തിയിട്ടോ. ഇവിടെ 2 ചേട്ടന്മാരുണ്ട്. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഇവരോടൊന്ന് ചോദിച്ചു. ഇവിടെ ജോലിയാ? ഇവിടുത്തെ പവർ ഹൗസ് ഉണ്ടാക്കിയല്ലേ ഇവിടെ? ഇതിപ്പോൾ തുടങ്ങിയിട്ട് എത്രയായി? തുടങ്ങിയിട്ട് 4 മാസം. നിങ്ങളുടെ സ്ഥലം? ചാലി. നിങ്ങളോ? ചാലി തന്നെ. എന്താ പേര്? ഫസൽ. പവർ ഹൗസിൻ്റെ പണിയാണല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ടോ അല്ലേ? വെള്ളം കുറവാണ്. ഇതിൻ്റെ ഇത് കൺസ്ട്രക്ഷൻ വർക്ക് ഏതാ കമ്പനി പറഞ്ഞേ? സിയാൽ അല്ലേ? സിയാൽ കമ്പനിയാണ്. ഓക്കെ. സിയാൽ കമ്പനി വലിയ വലിയ മെഷീനറികളൊക്കെ കൊണ്ടുവന്ന് അതിവേഗത്തിൽ തന്നെ പണി പുരോഗമിക്കുകയാണ്. പവർ ഹൗസിൻ്റെ ഭാഗത്തു നിന്നും തൂക്കുപാലത്തിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല തെളിഞ്ഞ വെള്ളത്തിൽ കുറേ ചെറുമീനുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. പല വെള്ളച്ചാട്ടത്തിലും ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ സമ്മതിക്കാറില്ല. ഇവിടെ ആ പ്രശ്നമില്ല കേട്ടോ. വെള്ളച്ചാട്ടത്തെ നമുക്ക് തൊട്ടടുത്ത് തന്നെ അറിയാൻ സാധിക്കും.
ഇവിടെ വരുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പാറകൾക്കൊക്കെ നല്ല വഴുക്കലാണ് കേട്ടോ വെള്ളത്തിൽ. അവിടെ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് മാത്രം വെള്ളത്തിൽ ഇറങ്ങണം. കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് ബോട്ടിലുകളൊന്നും ഇവിടേക്ക് കൊണ്ടുവരാതിരിക്കുക. പ്രകൃതിയെ മലിനമാക്കാതിരിക്കുക. ഇത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. അടിപൊളി ബാക്കിൽ ചെറിയൊരു വെള്ളച്ചാട്ടം. അതുപോലെ ഇതുണ്ടാ തൂക്കുപാലൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി സ്ഥലമാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നിന് ഹരിപ്പാറയ്ക്ക്. ഇപ്പോൾ വെള്ളത്തിലുള്ള കേട്ടോ. കൂടെ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. തണുപ്പുള്ള വെള്ളാട്ടാ. വലിയ വെള്ളാട്ടാ, എന്താ അടിപൊളിയാ. ആ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടില്ല. ഒറ്റക്കാട്ട് ആരുമില്ല കൂടെ. ഞാനൊരു മുക്കത്തേക്ക് ഒരു ട്രിപ്പ് വന്നപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. അവിടെ വെയിറ്റിങ്ങിലാണ്. ഇത് വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടം. കണ്ട അടിപൊളി അടിപൊളി. ഭയങ്കര വഴുക്കലാണ്, കാലെല്ലാം വഴുക്കലാണ്. താഴേക്കെല്ലാം ആഴുണ്ട്. ഹരിപ്പാറ വന്നിട്ടൊന്ന് കുളിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ, അതുകൊണ്ടാണ് കുളിച്ചത് കേട്ടോ. ഹരിപ്പാറ വെള്ളച്ചാട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്.
നല്ല കുളിക്കാനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെ തോർത്തും ഇതൊക്കെ അവർ തരും, വേണമെങ്കിൽ എല്ലാ സൗകര്യവും ഇവർ ചെയ്തു തരും. പക്ഷേ വെള്ളച്ചാട്ടത്തേക്ക് ഇറങ്ങാൻ പാടില്ല. വെള്ളച്ചാട്ടത്ത് കഴിഞ്ഞ് താഴേക്കും ഇതിന് മുകളിലൊക്കെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. കണ്ട നേരെ മുകളിലാണ് തൂക്കുപാലുള്ളത്. കണ്ട ഇവിടെ അത്യാവശ്യം ആഴമുള്ള സ്ഥലമാണ്. ഇവിടെ ചാടി കുളിക്കാനൊക്കെ പറ്റും. നല്ല അത്യാവശ്യം വലിയവർക്കൊക്കെ നീന്താനും കുളിക്കാനൊക്കെ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് ഇവിടെ. അപ്പോൾ നമ്മളിവിടുന്ന് രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു. എന്താ പേര്? നൗഷാദ്, വൈശാഖ്. ആ, നിങ്ങളെ പേര്? നുഫൈസ്. എവിടെ സ്ഥലം? മുക്കത്താലേ? അപ്പോൾ ഇത് കാണാനായിട്ട് പോകുന്നതാണ്. അടിപൊളിയല്ലേ?
അരിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.